ഹായ് ഫ്രണ്ട്സ്, മൗനരാഗത്തിന്റെ പുതിയൊരു റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വിക്രത്തിനെ അമ്മൂമ്മ ചെന്ന് കണ്ടിട്ട് വിക്രത്തിനെ നല്ല രീതിയിൽ ഉപദേശിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. നീ എന്തായാലും ഞങ്ങളുടെ ജീവിതം ആകെ വെള്ളത്തിലാക്കി. അച്ഛനിനി എന്തായാലും പണിയെടുത്ത് ജീവിക്കാനൊന്നും തൽക്കാലം പറ്റില്ല. അതുകൊണ്ട് ഞാൻ കല്യാണിയുടെ വീട്ടിലെ വേറെ എവിടേക്കെങ്കിലും ഞാൻ വീട്ടുജോലി ചെയ്യാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞിട്ടാണ്. പക്ഷെ വിക്രത്തിന് വലിയ മൈൻഡൊന്നുമില്ല. വിക്രം അതേ സ്വഭാവത്തിൽ തന്നെ നിൽക്കുകയാണ്. അവന് കിട്ടിയതൊന്നും മതിയായിട്ടില്ല. ജീവിതം പഠിച്ചിട്ടില്ല. അതിനുശേഷമാണെങ്കിൽ വേഗം കല്യാണിയുടെ അരികിലേക്ക് അമ്മമ്മ പോകുന്നുണ്ടെങ്കിൽ അവിടെ ജോലി കൊടുക്കുന്നില്ല. സരയുവാണെങ്കിൽ കല്യാണിയോടുള്ള ദേഷ്യത്തിന് കല്യാണിയുടെ അമ്മമ്മയെ കൊണ്ട് ഇവിടെ പണിയെടുപ്പിക്കാം എന്നൊരൊറ്റ ഉദ്ദേശത്തിൽ സരയു ജോലി കൊടുക്കുന്നുണ്ട് അമ്മാമ്മയ്ക്ക്, അതായത് കല്യാണിയുടെ അമ്മമ്മയ്ക്ക്. അതിനുശേഷമാണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം പ്രകാശനോട് പറയുന്നുണ്ട് അമ്മൂമ്മ. അങ്ങനെ പ്രകാശനാണെങ്കിൽ അടുത്ത ദിവസങ്ങളിലായി തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആവുകയും ചെയ്യുന്നുണ്ട്. ഇതിനിടയിലാണെങ്കിൽ കല്യാണി വന്നിട്ട് അമ്മൂമ്മയ്ക്ക് വേണ്ട പൈസ ഒക്കെ കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം ചെലവിനുള്ള കാര്യങ്ങൾക്കുള്ള പൈസയൊക്കെ കൊടുക്കുകയാണ്, ജോലി കൊടുത്തില്ലെങ്കിലും. അതിനുശേഷം പ്രകാശൻ നേരെ വിക്രത്തിനെ കാണാൻ പോവുകയാണ് ജയിലിലോട്ട്. എന്നിട്ട് പ്രകാശൻ മകനോടായിട്ട് പറയുന്നുണ്ട്, ഇനി ഞാനും നീയും തമ്മിലുള്ള ബന്ധം ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. കാരണം നിന്നെ രാജകുമാരനെ പോലെ വാഴിക്കാൻ ഞാൻ നോക്കി, എന്നിട്ടും നീ പല രീതിയിലും എന്നെ തളർത്തുകയാണ് ചെയ്തത്. ഞാനിപ്പോൾ ഇന്നൊരു രോഗിയായിട്ടുണ്ടെങ്കിൽ അതിന് കാരണം നീ തന്നെയാണ്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് പണിയെടുത്ത് ജീവിക്കാൻ പറ്റാതെ ആക്കിയത് നീ മാത്രമാണ്. എന്നിട്ടും ഞങ്ങൾക്ക് നീ ഒന്നും ഉണ്ടാക്കി തന്നില്ല. ഞങ്ങൾക്ക് ജീവിക്കാനുള്ളത് പോലും നീ സമ്പാദിച്ചു വെച്ചില്ല. എൻ്റെ കിഡ്നി കൊടുത്തത് വരെ നിനക്ക് വേണ്ടിയാണ്, നിന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയാണ്, നിന്റെ ഓപ്പറേഷനും കാര്യങ്ങൾക്കാണ്. എന്നിട്ടും നീ എന്നെ ചതിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ എന്നെ എല്ലാ സഹായത്തിനും ഉള്ളത് കല്യാണി തന്നെയാണ്. അതുകൊണ്ട് കല്യാണി ഇനി എനിക്ക് വെറുക്കാൻ സാധിക്കില്ല. അവളുടെ കൂടെ എനിക്ക് നിന്നേ പറ്റുള്ളൂ. ഇത്രയും നന്ദി കെട്ടവനല്ല ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ട് വിക്രത്തിനെ ജയിലിൽ ചെന്ന് കണ്ട് തള്ളി പറയുകയാണ് ചെയ്യുന്നത്. വിക്രാകെ വല്ലാതെ ആവുകയാണ്. എന്തായാലും പ്രകാശന് വിക്രത്തിനോടുള്ള സ്നേഹം കുറയുകയും കല്യാണിയെ പയ്യെ സ്നേഹിച്ചു തുടങ്ങുകയും ചെയ്യുന്നുണ്ട് പ്രകാശൻ. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.